കെ.പി.സി.സി അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ കെ.സി. വേണുഗോപാലുമായി കണ്ണൂരിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. പുനഃസംഘടനാ വിഷയത്തിൽ ദീപ്ദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി നൃപൻ ചേരുകയാണ്. നൃപൻ, നാളത്തെ ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. തന്നെ മാത്രം മാറ്റാനുള്ള നീക്കത്തിൽ കെ സുധാകരൻ വലിയ അതൃപ്തിയിലുമാണല്ലോ, അല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ദീപാദാസ് മുൻഷി നേതാക്കളെ വെവ്വേറെ കണ്ടിരുന്നു. അതിലൊക്കെ തന്നെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതൃമാറ്റം വി ഡി സതീശ വിഭാഗം ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ തന്നെ നേരിട്ട് ദീപാദാസ് മുൻഷിയെ കണ്ടപ്പോൾ നേതൃത്വം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് പകരം കെ.പി.സി.സി അധ്യക്ഷനായ പുതിയ ആളെ വയ്ക്കണമെന്ന് നിർദ്ദേശം വച്ചു. മറ്റ് മുതിർന്ന നേതാക്കളൊന്നും ഈ കാര്യത്തിൽ കെ സുധാകരൻ മാറണമെന്ന് നിർദ്ദേശം വച്ചില്ല. പക്ഷേ അനൈക്യമുണ്ട് എന്ന സൂചനയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. ആ അനൈക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ പല കെ.പി.സി.സി യോഗത്തിലടക്കം പങ്കെടുക്കുന്നില്ല, ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറാകുന്നില്ല. അതിൽ അനൈക്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നയാൾ വി ഡി സതീശനാണ്. അതാണ് മറ്റ് നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ തുല്യ പങ്കാളിത്തം ഇരു നേതാക്കൾക്കുമുണ്ട് എന്ന നിലപാടാണ് നിഷ്പക്ഷമായി നിൽക്കുന്ന പല നേതാക്കൾക്കുമുള്ളത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരനെ മാറ്റാൻ പോവുകയാണ് എന്ന തരത്തിൽ വ്യാപകമായി വാർത്ത പ്രചരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കെ സുധാകരൻ അതൃപ്തനാണ്. അതുകൊണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന വേണം എന്ന വി ഡി സതീശൻ്റെ വാശിക്ക് മുന്നിൽ വഴങ്ങാൻ താൻ തയ്യാറല്ല എന്ന സൂചന കൂടി കെ സുധാകരൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അടുത്ത ദിവസങ്ങളിൽ സുധാകരൻ തൻ്റെ അമർഷം അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയം എങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള വെല്ലുവിളി. ഇതിൻ്റെ ഭാഗമായി നാളെ കെ.സി. വേണുഗോപാൽ കണ്ണൂരിൽ വെച്ച് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് സുധാകരൻ എന്താണ് ഇക്കാര്യത്തിൽ കെ.സിയോട് തൻ്റെ നിലപാട് പറയുക എന്നത് നിർണായകമാണ്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെങ്കിൽ കെ സുധാകരൻ മാറേണ്ടി വരും. അങ്ങനെ കെ സുധാകരൻ മാറിയാൽ ആ ഘട്ടത്തിൽ വന്ന വി ഡി സതീശന് മുന്നോട്ട് പോകണം. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് നിന്നുള്ള നേട്ടമാണ്. ആ ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചിരുന്നത് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനാണ്. അതുകൊണ്ട് നേതൃത്വ മാറ്റമാണ് എങ്കിൽ സമ്പൂർണ്ണ പുനഃസംഘടന വേണം. ഒപ്പം തന്നെ പാർട്ടിയിലും മാത്രമല്ല വി ഡി സതീശനും പദവിയിൽ നിന്ന് ഒഴിയട്ടെ എന്ന നിലപാടായിരിക്കും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയാൽ സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടിയിലൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് താങ്ങാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട അവിടെ നൃപൻ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കെ.സി. വേണുഗോപാൽ ഇരുവരെയും കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേരുന്ന ഒറ്റ നേതൃത്വം, പുതിയ ദിശയിൽ കോൺഗ്രസ്, ഇങ്ങനെയാണ് കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാലത്ത് വി ഡി സതീശനാണ് കെ സുധാകരനെ ചേർത്തു പിടിച്ച്. പിന്നീടാണ് ഭിന്നതയുണ്ടായത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കെ.സി. വേണുഗോപാൽ ഈ ഇരുവർക്കുമിടയിലെ ഈ പ്രശ്നങ്ങൾക്കും ഭിന്നതയ്ക്കും തർക്കത്തിനിടയിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ വി ഡി സതീശനില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനെയും ഗ്രൂപ്പിനെയും അലട്ടുന്നതല്ലേ? കാരണം കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കെ.പി.സി.സി പ്രസിഡന്റിനെ കൂടെ ചേർത്ത് നിർത്തി നല്ല ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടുതലായി കാഴ്ചവെക്കേണ്ടിയിരുന്നയാൾ അത് വി ഡി സതീശനാണ്. അക്കാര്യത്തിൽ പക്ഷേ വി ഡി സതീശന് പാളിച്ച സംഭവിച്ചു എന്നൊരു വിചാരമോ അതൃപ്തിയോ കെ.സി. വേണുഗോപാലിനുള്ളത് വി ഡി സതീശനെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ? തീർച്ചയായും അത് കെ.സി. വേണുഗോപാലിന് മാത്രമല്ല ശരത്ത്, മുതിർന്ന നേതാക്കൾക്കും ഒപ്പം തന്നെ ഹൈക്കമാൻഡിനും ഇതേ നിലപാടുണ്ട്. കാരണം ഒരുമിച്ച് ചേർന്നുള്ള വാർത്താ സമ്മേളനം ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി കേരളത്തിന് ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ആണ് ആ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. കെ.സി. വേണുഗോപാലുള്ള യോഗത്തിലാണ്. പിറ്റേ ദിവസം 10:30 യോഗത്തിൽ ഈ 10:30 സംയുക്ത വാർത്താ സമ്മേളനം പറഞ്ഞിട്ട് ഇരു നേതാക്കളും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കെ സുധാകരൻ അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി കെ.പി.സി.സി അധ്യക്ഷ ആസ്ഥാനത്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഈ വാർത്താ സമ്മേളനം സംയുക്തമായി നടത്താൻ കഴിഞ്ഞില്ല. ഈ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല എന്ന അതൃപ്തി കെ.സി. വേണുഗോപാലിനുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ ഉന്നയിച്ച സംസാരത്തിനിടയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സൂചനയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ 63 മണ്ഡലങ്ങളിൽ ഒരു മാസ്റ്റർ പ്ലാൻ താൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതിൻ്റെ ചുമതലകളിലേക്ക് പോകണം, എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചു വരണം എന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് വി ഡി സതീശനാണ്. പക്ഷേ ഈ അപ്പോഴാണ് എ പി അനിൽകുമാർ കേരളത്തിൽ അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു ഗൗരവം ഇരിക്കുന്നത്. അതായത് ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ നൃപനാണ് അത് ഏറ്റവും ആദ്യം, കൈരളി ന്യൂസാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അവിടെ ഉണ്ടായ വാക്കേറ്റം
പൊടുന്നനവെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എ പി അനിൽകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് വി ഡി സതീശനോട് ഒരു പരസ്യമായ ശക്തമായ വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തുന്ന നിലയുണ്ടായത്. നിർഭൻ അന്ന് രാത്രി റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഓർക്കുന്നു. പക്ഷേ അതിന് ഇടവരുത്തിയത് കെ സി വേണുഗോപാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന നിലയിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന നിലയിൽ വി ഡി സതീശൻ അവതരിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അത് തൽക്കാലം ഇവിടെ വേണ്ട, അത് പ്രധാനപ്പെട്ട ഇപ്പോൾ കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും ദീപാദാസ് മുൻഷിയുമായി നിങ്ങൾ വ്യത്യസ്തമായി കൂടിയാലോചിച്ചാൽ മതി എന്ന നിലയിലേക്ക് രാഷ്ട്രീയകാര്യ സമിതിയിൽ അത്തരമൊരു നീക്കം സതീശൻ നടത്തുന്നതിനെ കെ സി വേണുഗോപാൽ വിലക്കിയപ്പോൾ വി ഡി സതീശൻ യഥാർത്ഥത്തിൽ വീണ്ടും അത് ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു നിലപാട് മനസ്സിലാക്കുന്ന എ പി അനിൽകുമാർ അതിശക്തമായി വി ഡി സതീശനോട് നിങ്ങളെ ഇതൊക്കെ ആരാണ് ചുമതലപ്പെടുത്തിയെന്ന നിലയിലേക്ക്, പിന്നീട് വന്ന വാർത്തകൾ അങ്ങനെയാണല്ലോ, നിർഭനടക്കം റിപ്പോർട്ട് ചെയ്ത് ആ രീതിയിലാണ് അവിടെ ഉണ്ടാകുന്നത്. സതീശൻ പറഞ്ഞത് പൂർത്തിയാക്കാതെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് കെ സി വേണുഗോപാൽ വളരെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള അതൃപ്തി വളരെ വ്യക്തമായി പലപ്പോഴും സതീശൻ്റെ ആ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഏകപക്ഷീയ നീക്കങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുകൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ന് തോന്നുന്നു നിർഭൻ. തീർച്ചയായും ശരത്ത്, കാരണം അത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഭൂരിപക്ഷം അംഗങ്ങൾ അത് വി ഡി സതീശൻ പറയുമ്പോഴാണ് അറിയുന്നത്. പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന് അറിയില്ല, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് അറിയില്ല. പൊടുന്നനെ ഇത് പറയുമ്പോൾ നേതാക്കൾ KPCC അധ്യക്ഷൻ ഇത്തരം കാര്യങ്ങൾ പാർട്ടി എങ്ങനെ ചുമതലപ്പെടുത്തിയാൽ 63 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ KPCC നേതൃത്വം അറിയണ്ടേ? കെ സുധാകരൻ പോലും ഞെട്ടലോടുകൂടിയാണ് അത് കേൾക്കുന്നത്. അപ്പോഴാണ് ആ കാര്യത്തിൽ എ പി അനിൽകുമാർ ഇടപെട്ട് സാധാരണ സൗമ്യമായി കാര്യങ്ങൾ പറയുന്നൊരു നേതാവാണ്. ഒപ്പം തന്നെ കെ സി വേണുഗോപാലുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുകയും കാര്യങ്ങൾ കെ സിക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന നേതാവ് കൂടിയാണ് എ പി അനിൽകുമാർ. അതുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ മനസ്സുകൂടിയായിരിക്കും എ പി അനിൽകുമാർ ആ യോഗത്തിൽ പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്നത്. ഇരുവരും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. KPCC അധ്യക്ഷൻ കാര്യങ്ങൾ അറിയുന്നില്ല, ഏകപക്ഷീയമായി വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാറ്റണമെന്ന ആവശ്യവും വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അവഹേളിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇറക്കിവിട്ടതുപോലെ ഇറക്കിവിടാൻ കഴിയുന്ന ഒരാളല്ല കെ സുധാകരൻ. അതുകൊണ്ട് അത് ഹൈക്കമാൻഡിന് അറിയാം, കെ സി വേണുഗോപാലിന് അറിയാം. അതുകൊണ്ടുള്ള അനുനയ നീക്കമാണ് നടക്കുന്നത്. നാളെ കണ്ണൂരിൽ നടക്കുന്ന ഈ ഇരുവരുമായുള്ള ചർച്ച നിർണായകമാണ്. അതിൽ കെ സുധാകരൻ എന്ത് പറയുന്നു എന്നതായിരിക്കും ഹൈക്കമാൻഡിൻ്റെ അടുത്ത നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരത്.